ഒരു യാത്ര പോകണമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുമ്പോൾ എപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്തിനെക്കുറിച്ച് ഓർത്താൽ അതിലുറപ്പായും കാടും മലയും പുഴയും കാട്ടരുവികളും പച്ചപ്പുൽമേടുകളും ഇതിൻ്റെയൊക്കെ ഭംഗി കൂട്ടാനായി ചെറിയൊരു ചാറ്റൽ മഴയും ഇളം കാറ്റും. ചുരുക്കി പറഞ്ഞാൽ യാത്ര എന്ന് പറയുന്നത് തിരക്കും ബഹളങ്ങളൊന്നുമില്ലാതെ പ്രകൃതിയിലേക്കുള്ള ഒരു ഒളിച്ചോട്ടമാണ്. എനിക്കെപ്പോഴും പ്രകൃതി ഭംഗി തേടി ഇതുവരെ കാണാത്ത കുറച്ച് കാലങ്ങളായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്ര ഇന്ന് ആരംഭിക്കാൻ പോവുകയാണ്. ബാംഗ്ലൂരിൽ നിന്നാണ് ഇന്നത്തെ ഈ യാത്രയുടെ തുടക്കം. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ലോങ് ലീവ് എടുത്ത് യാത്ര ചെയ്യുന്നത്. രാവിലെ 8:30ക്കാണ് ഫ്ലൈറ്റ്. എയർപോർട്ട് കുറച്ച് ദൂരമുള്ള കാരണം രാവിലെ നേരത്തെ തന്നെ അങ്ങ് ഇറങ്ങി. കുറച്ച് കാലങ്ങളായി മേഘാലയ യാത്രയെക്കുറിച്ച് സ്വപ്നം കാണാൻ തുടങ്ങിയിട്ട് ഇപ്പോഴാണ് അതിനുള്ള സമയം ഒത്തുവന്നത്. പുലർച്ചെ ട്രാഫിക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് 1 മണിക്കൂർ കൊണ്ട് എയർപോർട്ടിലെത്തി. അധികം ആളുകളും ലഗേജ് ഒന്നും ഇല്ലെങ്കിൽ ബാംഗ്ലൂർ എയർപോർട്ടിലേക്ക് പോകാൻ ഏറ്റവും നല്ലത് ഇവിടുത്തെ ബസ്സുകളാണ്. സെക്യൂരിറ്റി ചെക്കെല്ലാം കഴിഞ്ഞപ്പോഴേക്കും നേരം വെളുത്തു. ഇതിനിടയ്ക്ക് വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. എയർപോർട്ടിനകത്ത് ഏറ്റവും ബജറ്റ് ഫുഡ് എന്ന് പറയുന്നത് എയർപോർട്ടിനകത്തുള്ള KFC ആണ്. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോസ് ഉണ്ട്. 2 പേർക്ക് ഏകദേശം 500 രൂപയിൽ അത് ഒതുക്കാൻ പറ്റും. അതേസമയം ഇഡ്ഡലി ദോശയെല്ലാം തപ്പിപ്പോയാൽ ഒരു പ്ലേറ്റിന് 300 രൂപയെല്ലാം അവിടെ കണ്ടത്. അങ്ങനെ കുറേ സമയം അവിടെ ഇവിടെ എല്ലാമായി ചെലവഴിച്ച് അവസാനം ഫ്ലൈറ്റിനുള്ളിൽ കയറി. We will be covering a total distance of approximately 2,200 kilometers in close to 2 hours and 50 minutes of flight time. ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹട്ടിയിലേക്കാണ് ഫ്ലൈറ്റ്. അവിടെ നിന്ന് ഷില്ലോങ്ങിലേക്ക് പോകണം. അവിടെ എത്തുമ്പോഴേക്കും ഇന്ന് എന്തായാലും വൈകുന്നേരമാവും. ഇന്ന് റെസ്റ്റ് എടുത്ത് നാളെ മുതൽ എക്സ്പ്ലോർ ചെയ്ത് തുടങ്ങണം. ഏകദേശം 3 മണിക്കൂർ എടുക്കും ബാംഗ്ലൂരിൽ നിന്ന് ഗുവാഹട്ടിയിലേക്ക്. Thank you for flying with Indigo. See you next time. ഗുവാഹട്ടി എയർപോർട്ടിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് ഏകദേശം 120 കിലോമീറ്റർ ഉണ്ട്. ഗുവാഹട്ടിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് പോകുന്ന വളരെ ചുരുക്കം ചാർജിൽ അലയൻസ് എയറിന്റെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്. ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും ആ ഫ്ലൈറ്റ് പോയിരുന്നു. പിന്നെ ഹെലികോപ്റ്റർ സർവീസും ഉണ്ട്. അതിന് ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. എയർപോർട്ടിൽ വന്ന് ടൂറിസത്തിന്റെ ഓഫീസിൽ പോയി ബുക്ക് ചെയ്യണം. ഉച്ചയോടുകൂടി ഹെലികോപ്റ്റർ സർവീസ് നിർത്തും എന്നാണ് കേട്ടിരിക്കുന്നത്. രാവിലെ നേരത്തെയാണ് ഒരു ബസ്സും ഉണ്ട്. അതെല്ലാം മിസ്സായി. ഇനി ക്യാബ് പിടിച്ച് പോകാൻ മാത്രമേ നിവർത്തിയുള്ളൂ. ആ നിൽക്കുന്നതെല്ലാം ക്യാബ് ഡ്രൈവേഴ്സാണ്. 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നില്ലെങ്കിൽ ഒരു കാർ മുഴുവൻ റെന്റിനെടുക്കാം, അല്ലെങ്കിൽ ഷെയറിംഗ് എടുത്ത് പോകാം. ഞാൻ ചെയ്തത് ഷെയറിംഗ് ക്യാബിന്റെ ബാക്ക് സൈഡിലുള്ള സീറ്റ് മാത്രം റെന്റിനെടുത്തു. ബാക്കിൽ തിക്കി തിരക്കി 3 പേരായിരിക്കുക. 2,500 രൂപയാണ് അവർ ചോദിച്ചത്. നന്നായി ഒന്ന് ബാർഗെയിൻ ചെയ്താൽ കമ്മിയായി കിട്ടാൻ സാധ്യതയുണ്ട്. ശ്രമിച്ചു നോക്കിയെങ്കിലും ആ റേറ്റ് കമ്മിയാക്കാൻ കഴിയില്ല. ഉച്ച സമയമായ കാരണം ഫുഡ് കഴിക്കാനായി അവർ നിർത്തി തന്നു. പക്ഷെ ഞാനൊന്നും കഴിച്ചില്ല. വിശപ്പ് അധികമില്ല. നല്ല ക്ഷീണമാണ് തോന്നുന്നത്. ഏകദേശം 3.5 മുതൽ 4 മണിക്കൂർ വരെ എടുക്കും ഗുവാഹട്ടിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്ക് എത്താൻ. ഷില്ലോങ്ങിലൊരു ബ്രിഡ്ജിന്റെ പണി നടക്കുന്നുണ്ട്. ഈ പാലത്തിനെ ചുറ്റിപ്പറ്റി എപ്പോഴും ബ്ലോക്കാണ് അവിടെ. ഒരു ടൈമിൽ ഒരു സൈഡിലേക്കുള്ള വണ്ടികളെ അത് കാരണം കടത്തിവിടും. ചില ദിവസങ്ങളിൽ 4-5 മണിക്കൂർ വരെ ഈ ബ്ലോക്കിൽ പെട്ട് കിടക്കാറുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഈ ട്രാഫിക് ബ്ലോക്കിൽ ഓവർടേക്ക് ചെയ്ത് പോകാൻ ശ്രമിച്ചാൽ ഹെവി ഫൈനും മറ്റൊരു പണിഷ്മെന്റായി ബ്ലോക്കിന്റെ ഏറ്റവും പുറകിൽ പോയി വണ്ടിയായി നിൽക്കേണ്ടി വരും. അതുകൊണ്ട് ആരും ഇവിടെ ഓവർടേക്ക് ചെയ്ത് പോകാൻ ശ്രമിക്കാറില്ല. ഗുവാഹട്ടിയിൽ നിന്ന് ഷില്ലോങ്ങിലേക്കുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് കണ്ട് ശരിക്കും ഒന്ന് ഞെട്ടി. ഒരാൾക്ക് വെറും 500 രൂപയാണ് ടിക്കറ്റ് ഫെയർ. രാവിലെ ഗുവാഹട്ടിയിൽ എത്തുന്നവർക്ക് വളരെ കൺവീനിയന്റ് ആണ് ആ ഫ്ലൈറ്റ്. ഏകദേശം ഒരു 4 മണിക്കൂർ എടുത്തു ഇവിടെ എത്താൻ. ഷില്ലോങ്ങിൽ പോലീസ് ബസാർ എന്ന സ്ഥലത്താണ് ഷെയറിംഗ് ക്യാബിന്റെ ലാസ്റ്റ് സ്റ്റോപ്പ്. ഇവിടെ നിന്ന് ഇനിയും 4 കിലോമീറ്റർ പോകാനുണ്ട് ഞാൻ സ്റ്റേ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക്. അങ്ങോട്ട് പോകാൻ വേറൊരു ക്യാബ് പിടിക്കാതെ നിവർത്തിയില്ല. പോലീസ് ബസാറിൽ നിന്ന് വീണ്ടും ക്യാബ് എടുത്ത് ഇനി നേരെ സ്റ്റേ ബുക്ക് ചെയ്ത സ്ഥലത്തേക്ക്. പോകുന്ന വഴിയിലാണ് ഇവിടുത്തെ പ്രശസ്തമായ ഷില്ലോങ് ഗോൾഫ് കോഴ്സ് ഉള്ളത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന ഗോൾഫ് കോഴ്സുകളിലൊന്നാണത്. പണ്ട് ബ്രിട്ടീഷേഴ്സ് പണി കഴിപ്പിച്ചതാണെങ്കിലും ഇതിപ്പോൾ പബ്ലിക്കിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. രാവിലെയും വൈകുന്നേരങ്ങളിലെല്ലാം ചുമ്മാ കാറ്റും കൊണ്ട് നടക്കാൻ പറ്റിയൊരിടമാണത്.
ഈ ഒരു ട്രിപ്പ് പാക്കേജുകളൊന്നും എടുത്തിട്ടല്ല. മേഘാലയ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്ന് ചെറുതായി ഒന്ന് റിസർച്ച് ചെയ്തപ്പോൾ സ്ഥലങ്ങളെല്ലാം നല്ല ദൂരമുള്ള കാരണം ഒരു വണ്ടി ഇല്ലാതെ രക്ഷയില്ല എന്ന് മനസ്സിലായി. അങ്ങനെ വിശ്വസ്തനായ ഒരു ക്യാബ് ഡ്രൈവറെ തപ്പി ചെന്നെത്തിയത് ഒരു ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലായിരുന്നു. ഹെപ്പ് എന്നാണ് പുള്ളിക്കാരന്റെ പേര്. മേഘാലയയിലുള്ള ഒരു ഡ്രൈവർ കം ഗൈഡാണ് ഹെപ്പ്. കാണാൻ ആഗ്രഹമുള്ള സ്ഥലങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ഡീറ്റെയിൽഡ് ഐറ്റിനറിയും ഹെപ്പ് എനിക്ക് അയച്ചു തന്നു. നല്ലൊരു ഡീലിൽ മേഘാലയയിലെ പല സ്ഥലങ്ങളിലുള്ള സ്റ്റേ ബുക്ക് ചെയ്യാനും പുള്ളിക്കാരൻ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യുന്നതിൽ നിന്ന് നല്ലൊരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് ഇവിടുത്തെ റൂമുകളെല്ലാം. ഹെപ്പ് എന്ന നമ്പറുകൾ കോൺടാക്ട് ചെയ്തപ്പോൾ സ്റ്റേ ബുക്ക് ചെയ്യാനായി കഴിഞ്ഞത്. നാളെ മുതൽ ഹെപ്പിന്റെ ഗൈഡൻസിലാണ് ഞാൻ മേഘാലയ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. രാവിലെ നേരത്തെ യാത്ര തുടങ്ങിയിട്ട് നല്ല ക്ഷീണമുണ്ട്. ഇന്ന് നന്നായി ഒന്ന് ഉറങ്ങി ആ ക്ഷീണമെല്ലാം മാറ്റണം. പൈനെയർ എന്ന ഹോം സ്റ്റേയിലാണ് ഇന്നത്തെ സ്റ്റേ. കുറച്ച് ശാന്തമായ ഒരിടത്താണ് ഈ സ്റ്റേ ഉള്ളത്. രാത്രി 7:30 കഴിഞ്ഞാൽ ഇവിടെ ഗേറ്റ് പൂട്ടും. നമ്മുടെ ആവശ്യാനുസരണം കെയർ ടേക്കറെ വിളിച്ചാൽ ഗേറ്റ് തുറന്നിരുന്നതാണ്. നേരത്തെ പറഞ്ഞാൽ ഹോം ഫുഡും അവർ കുക്ക് ചെയ്ത് തരും. പുറത്തു നിന്ന് നോക്കുമ്പോൾ ഈ വീടിനൊരു മോഡേൺ ലുക്ക് ആണെങ്കിലും അകത്ത് കയറിയപ്പോൾ ഒരു ട്രഡീഷണൽ ലുക്ക് ആൻഡ് ഫീലാണ് ഇവിടെ കിട്ടുന്നത്. നല്ല വലുപ്പമുള്ള റൂമാണ്. ഒരു സാധാരണക്കാരന് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ റൂമിന്റെ റേറ്റ് ഉള്ളത്. സീസൺ ആൻഡ് ഡിമാൻഡ് അനുസരിച്ച് റേറ്റുകൾ മാറുന്ന കാരണം ഞാൻ എത്രയാണ് കൊടുത്തതെന്ന് പറയുന്നില്ല. ഈ സ്ഥലത്തിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നേരിട്ട് വിളിച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിലാണ് നല്ലൊരു റേറ്റിന് ഈ സ്ഥലം കിട്ടുക. ഈ കോമ്പൗണ്ടിനകത്ത് ഇവിടുത്തെ കെയർ ടേക്കർ നടത്തുന്ന ചെറിയൊരു കഫേ ഉണ്ട്. അതിനകത്തൊന്ന് കയറി നോക്കാം. പഴയ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എല്ലാമാണ് ഇവിടെ കാണാൻ കഴിയുക. മ്യൂസിക്കിനും ഫുട്ബോളിനും ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്ഥലമാണിത്. ആ കഫേ അടയ്ക്കേണ്ട സമയമായ കാരണം അവിടെ കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഒരു ലെമൺ ഗ്രാസ് ടീയും കുടിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. മേഘാലയയിൽ പോർക്ക് ഭയങ്കര ഫേമസ് ആണ്. നമ്മുടെ നാട്ടിൻപുറത്തെ പഴയ കടകൾ പോലെയാണ് ഇവിടുത്തെ പോർക്ക് വിൽക്കുന്ന കടകൾ. കണ്ട ഒരു മീറ്റ് ഷോപ്പാണെന്ന് തോന്നില്ല. നല്ല വൃത്തിയായാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. ഇവിടെ അടുത്ത് കുറച്ച് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അവിടെ പോയി ഫുഡ് എക്സ്പ്ലോർ ചെയ്യാം എന്നാണ് എൻ്റെ പ്ലാൻ. ആദ്യം കണ്ട സ്ഥലത്ത് തന്നെ കയറി. അത്യാവശ്യം നല്ല റേറ്റിംഗ് റിവ്യൂ ഉണ്ട് ഈ റെസ്റ്റോറൻറ്റിന്. രാത്രി ഇവിടെ നല്ല തണുപ്പുണ്ട്. ഈ തണുപ്പത്ത് ചൂടോടുകൂടി ഒരു ചിക്കൻ സിസ്ലേഴ്സ് കഴിക്കാനാണ് എൻ്റെ പ്ലാൻ. ഉച്ചക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. സിസ്ലേഴ്സിൻ്റെ കൂടെ മോമോസും കഴിച്ചു. ഡിന്നർ കഴിഞ്ഞ് പുറത്തിറങ്ങി. സമയം 7:30 ആയിട്ടുള്ളൂ. ഇവിടെ 5:30-6 മണിയാകുമ്പോഴേക്കും സൂര്യൻ അസ്തമിക്കുന്ന കാരണം ആളുകളെല്ലാം 8-8:30 ആകുമ്പോഴേക്കും കടയടച്ച് വീട്ടിലേക്ക് പോകും. രാവിലെ 4:30 ആകുമ്പോഴേക്കും ഇവിടെ സൂര്യൻ ഉദിക്കും എന്നാണ് കേട്ടിരിക്കുന്നത്. ഇതാണ് ഞാൻ തേടി വന്ന ബേക്കറി. ഇവിടെ നിന്ന് ചോക്ലേറ്റോ കേക്കോ മറ്റോ കഴിച്ച് നേരെ ഹോം സ്റ്റേയിൽ പോയി കിടന്ന് സുഖമായി ഒന്ന് ഉറങ്ങണം. ആദ്യം കണ്ണിൽ കണ്ട ആൽമണ്ട് പൈ തന്നെയാണ് വാങ്ങിയത്. ഒരു ആവേശത്തിലെടുത്ത് കഴിച്ചെങ്കിലും അതൊട്ടും ഫ്രഷായി തോന്നിയില്ല. വാങ്ങിയ സ്ഥിതിക്ക് മനസ്സില്ലാ മനസ്സോടെ അത് കഴിച്ചു തീർത്തു. ഇനി നേരെ ഹോം സ്റ്റേയിലേക്ക്. ഗേറ്റ് പൂട്ടിക്കണം. നമ്മുടെ കെയർ ടേക്കറെ വിളിച്ച് ആ ഗേറ്റ് ഒന്ന് തുറപ്പിക്കണം. തിരക്ക് കുറഞ്ഞ ചില സ്ഥലങ്ങൾ തേടിയാണ് നാളെ നമ്മൾ യാത്ര തുടങ്ങുന്നത്. നാളെ രാവിലെ നമ്മുടെ ഡ്രൈവർ ആൻഡ് ഗൈഡായ ഹെപ്പ് വരും. നാളെ തൊട്ടാണ് മേഘാലയ എക്സ്പ്ലോറേഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. മേഘാലയയിലെ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായി അടുത്ത എപ്പിസോഡിൽ കാണാം.